വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ടാകുന്ന തരത്തിലുള്ള ഓരോ ടിപ്സുകൾ അന്വേഷിച്ച് നടക്കുന്നവരും അത്തരത്തിലുള്ള ടിപ്സുകൾ ഫോളോ ചെയ്യുന്നവരുമാണ് നമ്മളിൽ ഓരോരുത്തരും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ടിപ്പിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. നിങ്ങൾ സ്കിപ്പ് ആക്കാതെ ഇത് മുഴുവനായിട്ട് കേൾക്കുക, നിങ്ങൾ ട്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇംപ്ലാന്റേഷൻ നടക്കണമെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം തുടങ്ങേണ്ടത് ഓവുലേഷൻ നിന്നാണ്. ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കണമെങ്കിൽ നമ്മൾ തുടങ്ങേണ്ടത് പീരിയഡ്സിന്റെ സെക്കൻഡ് ഡേ മുതലാണ്. പീരിയഡ്സിന്റെ സെക്കൻഡ് ഡേ ആണ് ഏതൊക്കെ ഫോളിക്കിൾസ് ആണ് ഓവുലേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആകുന്നോ ആ ഫോളിക്കിൾസ് മുൻപോട്ടേക്ക് വന്ന് അവരുടെ ഗ്രോത്ത് അവിടെ തുടങ്ങുന്നത്. ഫോളിക്കുലർ സ്റ്റഡി നടത്തിയോ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഓവുലേഷൻ നടക്കുന്നവരിൽ സെർവിക്കൽ മ്യൂക്കസ് വെച്ചിട്ടോ നമുക്ക് ഓവുലേഷൻ നടക്കുന്നതിന്റെ ലക്ഷണങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടോ ഓവുലേഷൻ ആയി എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഫോളിക്കുലർ സ്റ്റഡിക്ക് പോയിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാകും, പീരിയഡ്സിന്റെ ആ ഒരു 7th ഡേ അല്ലെങ്കിൽ 8th ഡേ മുതൽ നമുക്ക് ഫോളിക്കുലർ സ്റ്റഡി തുടങ്ങുകയാണെങ്കിൽ അവിടെ മുതൽ നമ്മുടെ അണ്ടത്തിന് എത്രത്തോളം വളർച്ചയുണ്ടാകും എന്നറിയാനായിട്ട് നമുക്ക് സാധിക്കും. സാധാരണയായിട്ട് അണ്ടത്തിന്റെ വളർച്ച കുറയുകയാണെങ്കിൽ ഡോക്ടേഴ്സ് ലെട്രോസോളിന്റെ മെഡിസിൻ നമുക്ക് അടുത്ത സൈക്കിളിൽ തരും, അതല്ലെങ്കിൽ നമ്മൾ HCGയുടെ ഇഞ്ചക്ഷൻ വെക്കും. ചില ഡോക്ടേഴ്സ് നമ്മളോട് പറയാറുണ്ട് ഫുഡിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ആ സമയത്ത് എടുക്കേണ്ട ഓരോ ഭക്ഷണവും ഓവുലേഷൻ നടക്കാൻ ഇൻഡ്യൂസ് ചെയ്യുന്ന ഭക്ഷണങ്ങളാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് കൊണ്ടുവന്ന് തരും. നമ്മൾ ഒരുപാട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വലിച്ചു വാരി കഴിക്കാതെ പെർട്ടിക്കുലർ ആയിട്ട് ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും തെരഞ്ഞെടുത്ത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതുമൂലം നമ്മുടെ ആ സെല്ലിന്റെയൊക്കെ ഗ്രോത്ത് കൃത്യമായിട്ട് ഉണ്ടാവുന്നതിനും ഇംപ്ലാന്റേഷൻ നടക്കുന്നതിനും അത് സഹായിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫ്രൂട്ടിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഇവിടെ സംസാരിക്കാൻ പോകുന്നത് മൊസംബിയെ പറ്റിയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും ഫ്രൂട്ട് ഷോപ്പുകളിലൊക്കെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് മൊസംബി എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ നമ്മൾ മൊസംബി കഴിക്കുന്നത് ജ്യൂസ് അടിച്ചിട്ടാണ്. മൊസംബി മേടിച്ച് നമ്മൾ ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് ഒരുപാട് പേരിൽ, സ്ത്രീകളിലും പുരുഷന്മാരിലും അവരുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട്. മൊസംബിയിൽ ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിറ്റമിൻ സി, കോപ്പർ, സിങ്ക്, അയൺ, കാൽസ്യം, പൊട്ടാഷ്യം. ഈ വിറ്റമിൻ സി ഒക്കെ നമുക്ക് ഓവുലേഷൻ നടക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മളിൽ ഇംപ്ലാന്റേഷൻ നടക്കുന്നുണ്ടെങ്കിൽ ആ ഇംപ്ലാന്റേഷനെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ ഫെർട്ടിലിറ്റിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഇതൊക്കെ സഹായിക്കുന്നുണ്ട്. കുഞ്ഞിന് മറ്റുള്ള ഡിഫിക്കൽട്ടീസ് ഒന്നും ഇല്ലാതെ ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാലും എൻഡോമെട്രിയൽ ലൈനിങ് ഒന്നും ഷെഡ് ആവാതെ യൂട്രസിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായിട്ട് കുട്ടിയിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഒക്കെ സഹായിക്കുന്നുണ്ട് ഈ ന്യൂട്രിയൻസ് ഒക്കെ. അപ്പൊ നിങ്ങൾ മൊസംബി ജ്യൂസ് അടിച്ചു കുടിക്കുന്നത് ഒരുപാട് സഹായിക്കും. രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇത് ഡൈജഷനെ ഒരുപാട് സഹായിക്കും. നമ്മൾ ഡൈജഷൻ എന്ന് കേൾക്കുമ്പോൾ, അതായത് ദഹന പ്രക്രിയ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ചിന്തിക്കുന്നത് ഭക്ഷണം ദഹിക്കുന്നു, നമുക്ക് മോശനായിട്ട് അത് പോകുന്നു, ഈ കാര്യമാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് ഏതും ആയിക്കോളട്ടെ, നമ്മുടെ ശരീരത്തിൽ കൃത്യമായിട്ട് ദഹിച്ച് അതിന്റെ ഘടകങ്ങളെല്ലാം നമ്മളുടെ മറ്റുള്ള ഓരോ ശരീര ഭാഗങ്ങൾക്കും കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അതിന് വളരാനായിട്ട് സാധിക്കുള്ളൂ. വളരാൻ വേണ്ടുന്ന പോഷകങ്ങളൊക്കെ കിട്ടുകയുള്ളൂ. അതിന് വേണ്ടിയിട്ട് നടക്കണമെങ്കിൽ, അത് കൃത്യമായിട്ട് മുൻപോട്ട് പോകണമെങ്കിൽ നമ്മുടെ ഡൈജഷൻ അഥവാ ദഹന പ്രക്രിയ കൃത്യമായിട്ട് നടക്കണം. ഡൈജഷൻ അല്ലെങ്കിൽ ദഹനം നമ്മുടെ ശരീരത്തിൽ കൃത്യമായിട്ട് നടന്നിട്ടില്ല എങ്കിൽ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല, കുഞ്ഞിനാണെങ്കിലും വളർച്ച ഉണ്ടാവില്ല, കിട്ടുന്ന ന്യൂട്രിയൻസ് ഒന്നും കിട്ടാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വലിച്ചു വാരി കഴിക്കുന്നുണ്ട് പക്ഷെ ഒന്നും തന്നെ ഗുണങ്ങൾ കിട്ടുന്നില്ലാത്തൊരവസ്ഥയിലോട്ട് മാറും. നമുക്ക് വയറിന്റെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. നമുക്ക് ഇംപ്ലാന്റേഷനെ തന്നെ അത് സാരമായിട്ട് ബാധിക്കുകയും ചെയ്യും. അപ്പൊ അതൊക്കെ ഒന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മൊസംബി ജ്യൂസ് അടിച്ചു കുടിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് മാനേജ്മെന്റ്, നമുക്ക് വെയിറ്റ് എത്രത്തോളം രീതിക്ക് വേണം, വെയിറ്റ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽത്തി ആയിട്ടുള്ള രീതിക്ക് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മൊസംബി സഹായിക്കുന്നു. അത് മാത്രമല്ല ഇതിലെ ഏറ്റവും നല്ലൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുന്നു. ബ്ലഡ് സർക്കുലേഷൻ എന്ന് ഒരുപാട് നമ്മുടെ വീഡിയോസിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, വീഡിയോസ് ഫോളോ ചെയ്യുന്ന ആളുകൾ. പക്ഷേ ബ്ലഡ് സർക്കുലേഷൻ എന്ന് പറയുന്നത് അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ബെനിഫിറ്റ് നമ്മളുടെ ശരീരത്തിലുണ്ട് കൃത്യമായിട്ട് ബ്ലഡ് സർക്കുലേഷൻ എത്തുന്നത് മൂലം. കാരണം ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന് കിട്ടേണ്ട കാര്യങ്ങൾ കുഞ്ഞിന് കിട്ടുകയുള്ളൂ. ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാകും സ്കാനിങ് ചെയ്യുമ്പോഴേക്കും യൂട്രസിൽ കുഞ്ഞിനോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറവാണ്, അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന്റെ വളർച്ച അവിടെ നിന്ന് പോകും, ഗ്രോത്ത് ഉണ്ടാവില്ല, ഹാർട്ട് ബീറ്റ് ഉണ്ടാവില്ല, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് വർദ്ധിപ്പിക്കുന്നതിന് വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ള മൊസംബി കഴിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. അത് മാത്രമല്ല പീരിയഡ്സിന്റെ സെക്കൻഡ് ഡേ മുതൽ നമ്മൾ ഇത് എടുക്കുന്നത് ഓവുലേഷൻ നടക്കാനായിട്ടുള്ള സാധ്യതകളെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ക്വാളിറ്റി ഉള്ള ഒരു അണ്ടം പ്രൊഡ്യൂസ് ആയിട്ട് അത് നല്ല രീതിയിൽ ഗ്രോത്ത് എത്തി നല്ല ക്വാളിറ്റിയോടുകൂടി റപ്ചർ ആവുന്നതിന് ഇത്തരത്തിൽ വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ള നമ്മുടെ മൊസംബി കഴിക്കുന്നത് സഹായിക്കുന്നു.
അതുമാത്രമല്ല സെൽ ഡാമേജ് ഉണ്ടാവുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. സെൽ ഡാമേജ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് ഈ സെൽ ഡാമേജ് ഇല്ലാതെ കൃത്യമായിട്ടൊരു പാർട്ടീഷൻ അവിടെ നടക്കുകയാണെങ്കിൽ അവിടെ ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിന് അത് സഹായിക്കുന്നു. നേരെ മറിച്ച് സെൽ ഡിവിഷൻ നടക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, സെല്ലിന് ഡാമേജ് ഉണ്ടെങ്കിലൊക്കെ ക്രോമസോമൽ അബ്നോർമാലിറ്റീസ്, ജനിതക വൈകല്യങ്ങൾ കുഞ്ഞിനുണ്ടാകുന്നതിന് അത് കാരണമാകുന്നു. ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് കുഞ്ഞിന് ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് തന്നെ ശരീരം തന്നെ അബോർട്ട് ചെയ്ത് കളയുന്ന ഒരു സിറ്റുവേഷൻ വരുന്നു, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഡിയാൻസ് ചെയ്ത് മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ അവിടെ വരികയാണ് ചെയ്യുന്നത് കേട്ടോ. അത് മാത്രമല്ല ഇതിലടങ്ങിയിട്ടുള്ള സിങ്കും നമ്മുടെ എഗ്ഗിന്റെ ഗ്രോത്ത് കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ മൊസംബി കുടിക്കാനായിട്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ജ്യൂസ് അടിച്ച് അതിന്റെ നീരും അതുപോലെ അതിന്റെ സത്തും കുറച്ചൊക്കെ അതിന്റെ സത്തൊക്കെ എടുത്തിട്ട് നിങ്ങൾ വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഈ മൊസംബി കഴിക്കുന്നത് നല്ലതാണ്. അത് മാത്രമല്ല PCOD ഉള്ള ആളുകൾക്കുണ്ടാകുന്ന മറ്റൊരു ബുദ്ധിമുട്ടാണ് അവരുടെ ഷുഗർ ലെവൽ ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉള്ള ആളുകൾക്ക് അത് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ മൊസംബി ഉപയോഗിക്കുന്നത് സഹായിക്കുന്നു. നമ്മൾ PCOD ഉള്ള ആളുകൾക്ക് ഓൾറെഡി അവർ ഡയബറ്റിക് ആണെങ്കിൽ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ജസ്റ്റേഷണൽ ഡയബറ്റീസ് പോലുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൊസംബി എടുക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതിൽ ഫോളിക് ആസിഡിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ഫോളിക് ആസിഡ് കുഞ്ഞിന്റെ പ്രാരംഭഘട്ട വളർച്ചയ്ക്കൊക്കെ ഭയങ്കര അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. ഫോളിക് ആസിഡിന്റെ ഡെഫിഷ്യൻസി കുഞ്ഞിനുണ്ടാവുകയാണെങ്കിൽ കുഞ്ഞിന് ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. പ്രഗ്നൻസിയുടെ ആദ്യത്തെ ട്രൈമസ്റ്ററിന്റെ ആ ഒരു മാസങ്ങളിലൊക്കെയാണ് ഈ ഫോളിക് ആസിഡിന്റെ റിക്വയർമെന്റ് നമ്മുടെ ശരീരത്തിൽ ഭയങ്കരമായിട്ട് കൂടുന്നത്. ഈ സമയത്ത് അതിന്റെ ഡെഫിഷ്യൻസീസ് ഉണ്ടാകുന്നതാണ് കുഞ്ഞിന്റെ വളർച്ച കുറവിനും അതുപോലെ ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് ഉണ്ടാകുന്നതിനും കാരണമാവുന്നത്. അതുകൊണ്ട് അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പീരിയഡ്സിന്റെ സമയം മുതൽക്കേ തന്നെ നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നത് അത്തരത്തിലുള്ള ഡിഫക്ട്സ് ഒക്കെ കുഞ്ഞിന് വരുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പരിധി വരെ സഹായിക്കുന്നു. അടുത്തൊരു ബെനിഫിറ്റ് ആണ് ഇത് ഡീഹൈഡ്രേഷൻ പ്രിവെന്റ് ചെയ്യുന്നു. നമ്മൾ സാധാരണയായിട്ട് അഡിക്വേറ്റ് ആയിട്ട് വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാവാനായിട്ടുള്ള, നിർജ്ജലീകരണം ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. പ്രഗ്നൻസിയുടെ പ്രാരംഭഘട്ടങ്ങളിൽ, അതായത് ഇപ്പൊ നമ്മൾ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്ത് നമുക്ക് ഇംപ്ലാന്റേഷൻ ആയി കഴിഞ്ഞാൽ നമ്മളത് അറിയാതിരിക്കുന്ന സമയത്ത് ഡീഹൈഡ്രേഷൻ നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ, അതായത് നമ്മൾ പ്രഗ്നന്റ് ആകുന്ന സമയം മുതൽ തന്നെ കുഞ്ഞിന് ഒരുപാട് വെള്ളത്തിന്റെ കണ്ടന്റ് ആവശ്യമാണ്. ഈ സമയത്ത് കുഞ്ഞിലോട്ട് അത് എത്തിക്കാൻ പറ്റാത്ത ആളുകൾക്ക്, അഡിക്വേറ്റ് ആയിട്ട് വെള്ളം കുടിക്കാത്ത ആളുകളൊക്കെ മുസംബി എടുക്കുകയാണെങ്കിൽ, അത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ നിർജ്ജലീകരണം ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. പ്രഗ്നൻസിയുടെ പ്രാരംഭഘട്ടങ്ങളിൽ നമുക്ക് നിർജ്ജലീകരണം ഉണ്ടായിക്കഴിഞ്ഞാൽ കുഞ്ഞിന്റെ ഗ്രോത്തിനെ എഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് എടുക്കുക. അതുപോലെ തന്നെ ഇതിലും വിറ്റമിൻ സിയുടെ കണ്ടന്റ് കൂടുതലായിട്ട് അടങ്ങിയത് കൊണ്ട് കുഞ്ഞിന്റെയും അതുപോലെ അമ്മയുടെയും ഗ്രോത്തിന് വേണ്ടിയിട്ട് ഇത് ഒരുപാട് സഹായിക്കുന്നുണ്ട്. കാരണം അമ്മയും കുഞ്ഞും ഒരുപോലെ തന്നെ അവരുടെ ശരീരത്തിനെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് അവിടെ പ്രഗ്നൻസി മുൻപോട്ടേക്ക് പോവുകയുള്ളൂ. കുഞ്ഞിന് വഹിച്ചുകൊണ്ട് മുൻപോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെൽത്ത് കണ്ടീഷൻ അമ്മയ്ക്ക് ഇല്ലെങ്കിൽ അവിടെ നമ്മൾ തന്നെ ആ ഒരു പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്ത് കളയേണ്ട സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകും. അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പ്രഗ്നൻസി ആകുന്ന സമയം മുതൽ, എഗ് ഗ്രോത്തിന്റെ സ്റ്റേജ് മുതൽ ഇംപ്ലാന്റേഷൻ നടന്ന് പ്രഗ്നൻസി സക്സസ്ഫുൾ ആയിട്ട് മുൻപോട്ടേക്ക് പോകുന്നതിന് വരെ ഈ ഒരു മൊസംബി ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കും. ഏകദേശം നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയം വരെയൊക്കെ ഇത് കുടിക്കാവുന്നതാണ്. നമ്മൾ വിറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്, ഇത്രയധികം ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളൊരു കാര്യം കൊണ്ട് എല്ലാ ദിവസവും ഇത് എടുക്കണമെന്നില്ല. ഒരു ദിവസങ്ങളിലോ ഒന്നിടവിട്ട ദിവസങ്ങളിലോ 2 ദിവസം കൂടുമ്പോഴോ ഇത് എടുക്കുന്നത് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനും അതുപോലെ എഗ്ഗിന്റെ ഗ്രോത്തും ക്വാളിറ്റിയും വർദ്ധിപ്പിക്കുന്നതിനും എംബ്രിയോ ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ടുള്ള സാധ്യത ഇൻക്രീസ് ചെയ്യുന്നതിനും സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും.
അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ Day 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.